ഈ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേരുടെ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. കാരണം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾ ഇല്ലേ എന്നുള്ളത്. എന്നാൽ ഇനി മുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾക്കാണ്. കുറേ ഹെഡ്ലൈൻ ഫോണ്ടുകളുണ്ട്. പലരും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ബുക്ക് ടൈപ്പ് ഫോണ്ടുകളൊന്നും ഇറക്കാത്ത, പ്രിന്റിന് ആവശ്യമായിട്ടുള്ള ആവശ്യമൊക്കെ. അപ്പം ഇനി മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബുക്ക് ടൈപ്പിലേക്കാണ്. ബുക്ക് ടൈപ്പ് ഫോണ്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഫോണ്ട് തന്നെയാണ് ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ഹെഡ്ലൈൻ ഫോണ്ടുകളെ അപേക്ഷിച്ച് ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അനാട്ടമി, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. കാരണം അതൊരു പ്രിന്റ് ആയിട്ട് വരുന്ന സമയത്ത് എത്രത്തോളം റീഡബിലിറ്റി, അതേപോലെ തന്നെ വായിക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ആ ഫോണ്ടിൽ റിലീസ് ചെയ്യാനുള്ള പറ്റുള്ളൂ. കാരണം അതൊരു പ്രിന്റ് എടുത്ത് വന്ന ഒരു വ്യക്തിക്ക് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അത് ഫെയിലിയർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾ ശ്രദ്ധിക്കേണ്ട അനാട്ടമി എന്ന് പറഞ്ഞ കാര്യം. കാരണം അത്രയും ചെറിയൊരു 4 പോയിന്റിൽ വരെ അത് വായിക്കാൻ പറ്റണം ആ ഫോണ്ട്. അത്രത്തോളം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ആ ഫോണ്ടിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേരിയബിൾ വേർഷൻ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫോണ്ടുകളും നമ്മൾ വേരിയബിൾ ആയിട്ട് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ചില ഫോണ്ടുകൾ മാത്രമാണ് വേരിയബിൾ. പക്ഷേ ബുക്ക് ടൈപ്പ് ഫോണ്ടുകൾ നമ്മൾ വേരിയബിൾ ആക്കിയിട്ട് ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗഷറോ അല്ലെങ്കിൽ ഒരു 40-50 പേജുള്ള ഒരു ബുക്കോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അലൈൻമെന്റും ലേഔട്ടിനും വേണ്ടി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ലേഔട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാവരും വേണ്ടി കാത്തിരിക്കുക. കാരണം 5ഓളം ബുക്ക് ടൈപ്പ് ഫോണ്ടുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.